നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. സ്ത്രീകളെല്ലാവരും പൊതുവെ പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് ദേഹമാസകലം വേദന എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രായം മുതൽ അവർക്കൊരു പ്രായം എത്തുന്നവരെ അവർക്ക് ഈ ഒരു പെയിൻ ഉണ്ട്. ചിലപ്പോൾ ഒരുപാട് ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിലൊന്നും യാതൊരു കുഴപ്പവും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ചില ടൈം പീരീഡിൽ ഈ വേദന കൂടുകയും അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുകയും ഒക്കെ ചെയ്യാറുണ്ട്. ചില ആളുകൾ പെയിൻ കില്ലേഴ്സൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പം എന്താണ് ഇതിനുള്ളൊരു കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ചില ആളുകൾക്ക് തേയ്മാനമായിരിക്കും, എന്നാൽ ചില ആളുകൾക്ക് ആർത്രൈറ്റിസ്, ആമവാദം പോലുള്ള കണ്ടീഷൻസ് ആയിരിക്കാം. ചില ആളുകൾക്ക് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള അവസ്ഥകളായിരിക്കാം. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നാൽ ഫൈബ്രോമയാലജി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അവർക്ക് ഈ ബോഡി കംപ്ലീറ്റ് പെയിൻ ആയിരിക്കും വിത്തൗട്ട് റീസൺ. വേറെ നമുക്ക് പറയാൻ മാത്രം അത്ര വലിയ റീസൺസ് ഒന്നും ഇതിനുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായി ടെൻഷൻ അടിക്കുക, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി, ഇതൊക്കെ ഫൈബ്രോമയാലജിൻ്റെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നമുക്ക് കുറച്ച് കാരണങ്ങളാണ്. അപ്പം അതിലേതെങ്കിലും അസുഖം നിങ്ങൾക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. ഇപ്പം വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഒരു പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്, മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ റെസ്റ്റ് എടുക്കുകയും വേണം, അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുകയും വേണം. നമ്മൾ ഒട്ടും തന്നെ ബോഡിക്ക് മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ കൂടുതൽ സ്റ്റിഫായി പോകും. അത്ര അങ്ങോട്ട് എന്താവില്ല, അയഞ്ഞ് കിടക്കൂല. അപ്പം ഭയങ്കര സ്റ്റിഫായി കിടന്നാലും നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പം തേയ്മാനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നടക്കുന്നത്, സ്റ്റെപ്പ് കയറുന്നത് എല്ലാം പ്രശ്നം തന്നെയാണ്. ചില ആളുകൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കാം. ഈ വെയിറ്റുള്ള ആളുകൾക്കും ഉണ്ടാവും ഈ ബോഡി പെയിൻ. അവരിങ്ങനെ പറയുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് അത്യാവശ്യം നല്ല ബോഡി പെയിൻ ഉണ്ടായിരിക്കും. കാരണം അവരുടെ വെയിറ്റ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻ 2 ജോയിൻറ്റ്സ് ആണ്. ഒന്ന് ലോ ബാക്കും, അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റും, അതുപോലെ തന്നെ മറ്റൊന്ന് മുട്ടിൽ വരുന്നതുമാണ്. അപ്പം അതിലോട്ട് കൂടുതൽ പ്രഷർ വരുന്ന സമയത്ത് അവരുടെ താഴോട്ടുള്ള മസിൽസിലൊക്കെ എന്തായിരിക്കും, നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും വേദനകൾ അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ഉണ്ട്, നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വെയിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും, മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും നടക്കുക. പതുക്കെ നടക്കുക. മുട്ടിന് വേണമെങ്കിൽ നിങ്ങൾ അധികം ടൈറ്റ് ആക്കാത്ത രീതിയിൽ മുട്ടിൻ്റെ നീ ക്യാപ്സൊക്കെ യൂസ് ചെയ്തിട്ട് പതുക്കെ നടക്കണം എല്ലാ ദിവസവും. അതെന്താണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വേറെ തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നടത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുക. അപ്പം അതിന് ചെയ്യേണ്ട മെയിൻ മെത്തേഡ് എന്താണ്? ഭക്ഷണത്തിൽ ക്രമീകരണമാണ്. നല്ലൊരു ഡയറ്റ് പ്ലാന് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരാൻ പാടില്ല. നിങ്ങൾ കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ നല്ല കൊഴുപ്പുകൾ എടുക്കുക. അതുപോലെ തന്നെ അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എന്ത് ചെയ്യുക, ഒന്ന് കുറച്ചുകൊണ്ട് വരിക. ഷുഗർ കട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് ഷുഗറിൻ്റെ അന്ന് കൂടുതലും കിട്ടുന്നത് എനർജി തന്നെയാണ്. കാർബ്സ് നിങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കിട്ടുന്നത് എന്താണ്? എനർജിയും കാര്യങ്ങളാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ സ്പെയറിങ് ആക്ഷൻസ് ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ ബോഡിയിൽ വേണമെങ്കിൽ അവിടെ അന്നജം അത്യാവശ്യമാണ്. അപ്പം അന്നജം ഒട്ടും തന്നെ ഒഴിവാക്കിയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ മാക്സിമം എടുക്കരുത്. ഇപ്പം നിങ്ങൾ ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് കാർബ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അരി എന്ന് പറയുന്ന ചോറ് മാത്രമല്ല അന്നജം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെറിയൊരു അളവിൽ എടുത്തിട്ട് ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യുക. നമ്മൾ ഈ ടേബിൾ ഷുഗേഴ്സ് ഉണ്ട്, ആഡഡ് ഷുഗേഴ്സ് വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. ഈ ബേക്കറി ഐറ്റംസ് അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുക. അത് ഒഴിവാക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വെയിറ്റും കുറഞ്ഞോളും. അപ്പോൾ ഡയറ്റും എക്സസൈസും ഈ വെയിറ്റുള്ള ആളുകൾ ചെയ്യുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഡെഫിഷ്യൻസിയാണ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് സൺലൈറ്റൊക്കെ അബ്സോർപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഫുഡിലൂടെ മാക്സിമം എടുക്കുക. വൈറ്റമിൻ B12 ആണെങ്കിലും ഭക്ഷണത്തിലൂടെ മാക്സിമം എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ കുറച്ച് വെയിറ്റൊക്കെ എടുത്ത് പൊക്കിയാൽ, നമ്മൾ നോർമലി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മസിൽസിനൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ, നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊരു എണ്ണ തേച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നത് ഒരു കാര്യമേ ഉള്ളൂ. നന്നായിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ഓയിൽ കൊണ്ട് മസാജ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ തന്നെ ആ കാര്യത്തിലൊക്കെ നല്ല റിലീസ് ഉണ്ടാവും. പിന്നെ തേയ്മാനം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു എണ്ണ ഇട്ട് തേച്ച് കഴിഞ്ഞാലൊന്നും നമ്മളെ ഉള്ളിലുള്ള തേയ്മാനം ഒന്നും മാറില്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സന്ധികൾക്കും അതുപോലെ തന്നെ ചുറ്റുമുള്ള ഈ മസിൽസിനൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്, ഓയിൽ മസാജ്
മസാജ് ചെയ്യുന്നത്. അവിടേക്കുള്ള സർക്കുലേഷനോ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേയ്മാനം വന്ന ആളുകളോടും ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് ഫൈബ്രോമയാലജി ഉള്ള ആളുകളാണെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളിലും ഇങ്ങനെ ബോഡി പെയിൻ കണ്ടുവരും. ടെൻഷൻ കൂടുതൽ അടിക്കുക, തലവേദന വരിക, പിന്നെ ബോഡിക്ക് പെയിൻ വരിക, ക്ഷീണം വരിക, ഇതൊക്കെ തന്നെ നമ്മളെ ടെൻഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിലും മസിൽസിനൊക്കെ പ്രശ്നം വരും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അതായത് 60 to 70% അഡൾട്ട്സിൽ അവരുടെ ബോഡിയിൽ എന്തുണ്ടായിരിക്കണം, വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പം അത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ദാഹത്തിനനുസരിച്ച്, അതായത് അമിതമായിട്ട് നിങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരുപാട് വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇടവേളകൾ എടുത്തിട്ട് നിങ്ങളെ ദാഹത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് ഇങ്ങനെ ബോഡി പെയിനുള്ള ആളുകൾ അമിതമായിട്ട് അരിയാഹാരം കഴിക്കുന്നതും കൂടുതൽ ഷുഗർ ഐറ്റംസ് കഴിക്കുന്നതൊക്കെ അവരുടെ ഈ ബോഡി പെയിൻ കൂട്ടാനുള്ള കാരണങ്ങളാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ അളവ് കുറച്ചുകൊണ്ട് പതുക്കെ കുറച്ചുകൊണ്ട് വരിക. പിന്നെ ഏതെങ്കിലും ഒരു വ്യായാമത്തിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഒന്ന് ഉൾപ്പെട്ട് ചെയ്യാനൊക്കെ നോക്കുക. പിന്നെ എന്തെങ്കിലും വാതരോഗങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രായം എത്തി കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. ഇപ്പം ഈ ഹെൽത്ത് ചെക്കപ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. അതിന് പറയാനുള്ള റീസൺസ് എന്ന് വെച്ചാൽ, പണ്ടുള്ള കാലത്ത് നിങ്ങൾ നോക്കൂ, ഈ ലബോറട്ടറീസ് തന്നെ ഒരുപാട് കുറവായിരുന്നു. നമ്മൾ ലാബിൽ പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് അത്രയും നമ്മുടെ ബോഡിയിൽ അത്രയും ഒരു സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാലാണ്. പക്ഷെ ഇന്ന് എല്ലാവർക്കും പേടിയാണ്. കാരണം എന്താണ്, എല്ലാവരും ഒരു 3 month ഒക്കെ കൂടുന്ന സമയത്ത് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം അവർ കഴിക്കുന്ന ഭക്ഷണം പ്രശ്നം തന്നെയാണ്, അത് പ്രശ്നം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ആ ഒരു ക്രേവിങ്സ്, നമ്മുടെ ഒരു ഭക്ഷണത്തിനോടുള്ളൊരു കൂടുതൽ ഇഷ്ടമൊക്കെയാണ് നമ്മുടെ ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുന്നതിലും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനൊക്കെ കാരണമാവുന്നത്. അപ്പോൾ നിങ്ങളൊരു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഫൈബ്രോമയാലജി ആണെങ്കിലും അനാവശ്യമായിട്ട് മെഡിസിൻസ് ഒന്നും കഴിക്കുന്നത് നല്ലതല്ല. എന്താണെങ്കിലും നമ്മളൊരു എക്സ്റ്റേണൽ ബോഡീനെ നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷൻ എന്തായാലും നിങ്ങളുടെ ശരീരത്തിൽ വരും. അപ്പോൾ ഏത് മെഡിസിൻസ് കഴിക്കുകയാണെങ്കിലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒരുപാട് മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓയിൽ മസാജ് ഒക്കെ ഇടുക. പിന്നെ നസ്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നസ്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഈ ഷോൾഡറിൻ്റെ മുകളിലോട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ ഈവൻ നമ്മുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ നസ്യം എന്നൊക്കെ പറയുന്നത്. അപ്പം നസ്യം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം ഈ മസാജ്, അതുപോലെ തന്നെ ചില ചൂർണങ്ങൾ ഉപയോഗിച്ച് മസാജിങ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ബസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തെടുക്കുന്നതൊക്കെ നമ്മുടെ ടോട്ടൽ ആ ഒരു വെൽബീയിങ് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അസുഖങ്ങളുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. നല്ല ഭക്ഷണം, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തുക. നട്ട്സുകൾ കഴിക്കുക, നട്ട്സുകൾ അമിതമാവരുത്. എല്ലാം ഒരു ബദാം, കാഷ്യൂനട്ട് അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ ഒരു 5 എണ്ണം വീതം, എല്ലാം കൂടി ഒരു 15 നട്ട്സ് നിങ്ങൾ ഒരു ദിവസം എടുക്കാം. നമുക്ക് അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിച്ചു, ഇപ്പോൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും നട്ട്സുകൾ നിങ്ങൾ കഴിക്കാൻ ആരും പ്രൊമോട്ട് ചെയ്യില്ല. നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും നട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പം അങ്ങനെ ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് റിഡക്ഷനും കാര്യങ്ങളും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നീരിൻ്റെ കംപ്ലയിൻ്റൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്റേയും സ്കാനിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇയർലി വൺസ് ഒരു അബ്ഡോമിനൽ സ്കാനിങ് എടുത്തിട്ട് മറ്റെന്തെങ്കിലും ഗ്രോത്തോ പ്രശ്നങ്ങളോ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അതൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതാണ്. ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിനെ തന്നെ അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലും നമുക്ക് ഇങ്ങനെയുള്ള ബോഡി പെയിൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ അനീമിക് ആവുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് ഒട്ടുമിക്ക സ്ത്രീകളിലും വരുന്നൊരു പ്രശ്നം ഇത് തന്നെയാണ്. അവർ കറക്റ്റ് സമയത്ത് ചോറ് കഴിക്കുന്നുണ്ടായിരിക്കും, രാത്രി ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ ഭക്ഷണത്തിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ
ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അവർ വെറുതെ ഒരുപാട് അരി ആഹാരം എടുത്ത് കഴിക്കുക എന്നല്ലാതെ ന്യൂട്രിയൻസ് ഒന്നും അവർ നോക്കിയിട്ട് എടുക്കുന്നില്ല. പ്രോപ്പറായിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട പല ഫ്രൂട്ട്സുകളുണ്ട്. വെറുതെ നിങ്ങളൊരു പഴം കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുകയോ അല്ല വേണ്ടത്, അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുകയോ അല്ല വേണ്ടത്. നിങ്ങളുടെ ശരീരത്തിലോട്ട് ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിച്ചാലാണ് കൂടുതലായിട്ടും നമുക്ക് രക്തം കൂട്ടുന്നത്, അല്ലെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ, അങ്ങനെ നിങ്ങൾ സെലക്റ്റീവായിട്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുത്ത് കഴിക്കുക എന്നുള്ളതല്ല. നമുക്ക് കുറച്ചും കൂടി രക്തം കൂട്ടുന്ന പൊമോഗ്രാനേറ്റ് നിങ്ങൾക്കറിയാം, പൊമോഗ്രാനേറ്റ്, പപ്പായ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ, ബെറി ഫ്രൂട്ട്സുകൾ, സ്ട്രോബെറി പോലുള്ള ബെറി ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, മുസമ്പി, നെല്ലിക്ക, അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളും നിങ്ങൾ കഴിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും ഒരുപാട് അളവിലൊന്നും കഴിക്കരുത്. കറക്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട നിശ്ചിതമായിട്ടുള്ള അളവിൽ മാത്രം എല്ലാ ദിവസവും കഴിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾ ഉറങ്ങണം. ഓവർ രാത്രി സമയങ്ങളിൽ ബോഡിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് അമിതമായിട്ട് ഭക്ഷണവും രാത്രി കഴിക്കരുത്. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ബോഡി പെയിൻ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.